ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദുബായ് മാളിനെ കുറിച്ചാണ്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ദുബായ് മാളിൻ്റെ അകത്തത്തെ വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മാളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണോ, നമ്മളൊക്കെ ജീവിച്ചതിൻ്റെ മുന്നേ ഇവന്മാർ പ്ലാനിങ് തുടങ്ങിയിരിക്കണമെന്നാണ്. അത്രയും മനോഹരമായാണ് ഇവന്മാർ ഇത് കെട്ടിപ്പൊക്കിക്കണത്. ദുബായിനെ സംബന്ധിച്ചിടത്തോളം ദുബായ് മാൾ എന്ന് പറയുന്നത് ഒരു ഹൃദയഭാഗം തന്നെയാണ് ദുബായിൻ്റെ. രാവിലെ തന്നെ രാത്രിയാണോ അസറാണോ എന്നൊന്നുമില്ല, എത്രത്തോളം ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് അത്രത്തോളം ആൾക്കാർ മാക്സിമം ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ടൈം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ രാവിലെയാണ് കയറി കഴിഞ്ഞാൽ പിന്നെ സമയം പോകണം കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പിന്നെ പുറത്ത് വരുമ്പോഴാണ് ഇത്ര ടൈമായോ നമ്മൾ ചിന്തിക്കുന്നത്. അത്രയും വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാനല്ലേ. അതിലൊന്നും എടുത്തു പറയാല്ലേ അവിടുത്തെ അക്വേറിയമാണ്. എല്ലാവിധ മീനുകളും അതിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്രാവ് മുതൽ തെരണ്ടി അതുപോലത്തെ ഒരുപാട് മീനുകൾ അതിലുണ്ട്. ഇതൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോഴാണ് അതിൻ്റെലേറെ വലിയ മനോഹരമായ കാഴ്ചയാണ് അത് നമ്മളെ ബുർജ് ഖലീഫ. ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉയരം കൂടിയ ബിൽഡിങ്. ഒരു 5 മിനിറ്റൊക്കെ ബുർജ് ഖലീഫനെ ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് വാട്ടർ ഡാൻസ് തുടങ്ങിയത്. പിന്നെ കണ്ടതെന്ന് പറഞ്ഞ വാട്ടർ ഡാൻസാണ്. ഒരു രക്ഷയില്ലാത്ത വാട്ടർ ഡാൻസാണ്. അപ്പോൾ അറബി സോങ്ങും ഉണ്ട്, അതുപോലെ ഹിന്ദി സോങ്ങും ഉണ്ട്. എല്ലാ ഭാഷയിലും ഒരു വാട്ടർ സെറ്റ് ചെയ്തിരിക്കണേ. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ബുർജ് ഖലീഫ നേരെ അടിയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തല ശരിക്ക് മേലോട്ട് നോക്കുക തന്നെ വേണം, അത്രയും. അപ്പോൾ വീഡിയോസിൽ കാണുന്നമായിരിക്കല്ല കേട്ടോ, എത്രത്തോളം നമ്മൾ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചാലും നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന ആ മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കില്ല, എത്ര വലിയ ക്യാമറ ആണെങ്കിൽ. അപ്പോൾ വാട്ടർ ഡാൻസ് ഒക്കെ കണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഒരുപാട് കോലത്തിലുള്ള പല വീഡിയോസ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാണ്ട് ഇപ്പോൾ നോക്കുമ്പോഴാണ് അതിൻ്റെ നേരെ ഫ്രണ്ടിലൂടെ ബോട്ട് യാത്ര ഉണ്ട് കേട്ടോ. നമുക്ക് എയിൽ വേണമെങ്കിലും അതിൽ പോവാം. ബുർജ് ഖലീഫിൻ്റെ നേരെ ഫ്രണ്ട് കൂടി തന്നെ ഉണ്ട് ബോട്ട് യാത്ര. ഇപ്പം ബുർജ് ഖലീഫിനെ കുറിച്ച് നമ്മൾ എന്താ കരുതുക, ലോകത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയൊരു ബിൽഡിങ് അത്രേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ അതിൻ്റെ ഈ ചുറ്റുഭാഗം കാട്ടിക്കൂട്ടിയത് കണ്ടാണ്ടല്ലോ വേറെ ലെവലാണ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പം നമ്മൾ കയ്യിലൊരു അത്യാവശ്യം ട്രിപ്പ് അടിക്കാനുള്ള പൈസ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ബുർജ് ഖലീഫയ്ക്ക് ഒന്ന് വന്ന് കണ്ട് കാണുക. കാരണം കാണാൻ മാത്രം ഉണ്ട്. ഇതിൻ്റെ പരിസരം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ അവർ ചെയ്തിരിക്കണം. അത്രയും ബ്യൂട്ടിഫുള്ളാക്കിക്കണമല്ലോ. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും നമുക്ക് നല്ലൊരു ഫ്രെയിം ആക്കാം. അത്രയും മനോഹരമായ ആംബിയൻസാണ് എല്ലായിടത്തും. പിന്നെ റീൽസിനായാലും ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് വന്ന് കണ്ടൊന്ന് കാണാം.